ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിയേറ്റേഴ്സിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. അഫിലിയേറ്റ് പ്രോഗ്രാം വഴി നമുക്ക് നല്ല രീതിയിൽ വരുമാനമെല്ലാം ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോർ എല്ലാം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റോറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് എല്ലാം ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഇത്തരത്തിൽ ചെയ്യുക വഴി നിങ്ങളുടെ ഹോം പേജിലെല്ലാം പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലെല്ലാം ഓപ്പൺ ചെയ്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റോറിൽ നിന്നും എന്തെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് എല്ലാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് സെറ്റ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ നിങ്ങളുടെ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഏൺ എന്നതിലാണ് ടാപ്പ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ഏൺ എന്നതിൽ പോകുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരും. അതായത് ഇവിടെ ഷോപ്പിംഗ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ വന്നിരിക്കുന്ന ഈ ഷോപ്പിംഗ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ അഫിലിയേറ്റ് സെല്ലേഴ്സ് ആൻഡ് ഓഫേഴ്സ് എന്നെല്ലാം കാണുന്നുണ്ട്. അതിനുശേഷം താഴത്തായി നമുക്കിവിടെ കളക്ഷൻസ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ ക്രിയേറ്റ് കളക്ഷൻ എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ ഇതിനു വേണ്ടി ടാപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ അപ്ലോഡ് എ കവർ ഇമേജ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു ഗിവ് യുവർ കളക്ഷൻ എ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ബെസ്റ്റ് മൈക്രോഫോൺ ഫോർ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്നാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ, അതായത് മൈക്രോഫോണിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ എല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു മൈക്രോഫോണിൻ്റെ ഫോട്ടോ എല്ലാം ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ പ്രൊഡക്ട്സ് എന്നതിന് താഴെ ആഡ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇവിടെ സെർച്ച് പ്രൊഡക്ട്സ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ബോയ മൈക്ക് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ഇവിടെ താഴേക്കായി ബോയയുടെ ഒരുപാട് മൈക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും മൈക്കെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതെല്ലാം ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു മൈക്രോഫോണാണ്. അതുപോലെ ഞാൻ മറ്റൊരു മൈക്രോഫോൺ യൂസ് ചെയ്തിരിക്കുന്നത് ബോയയുടെ തന്നെ മറ്റൊരു മൈക്കെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മൈക്ക് കൂടി ഇതിലുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിന് താഴത്തായി ഇതിൻ്റെ ഈ ഒരു കമ്മീഷൻ റേറ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഞാൻ വീണ്ടും മറ്റൊരു മൈക്കെല്ലാം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം വയർലെസ് മൈക്കുകളുടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഏതെല്ലാമാണോ ആഡ് ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൈക്രോഫോൺ എല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡൺ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ 3 മൈക്രോഫോൺ എല്ലാം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ പബ്ലിഷ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇത്തരത്തിൽ പബ്ലിഷ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു കളക്ഷൻ എല്ലാം ക്രിയേറ്റ് ആകുന്നത് കാണാം. ഇപ്പോൾ കളക്ഷൻ എന്ന ഭാഗത്ത് ഇവിടെ മൈക്രോഫോൺ എന്ന ഈ ഒരു ചിത്രമെല്ലാം വന്ന് ഇവിടെ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്കിപ്പോൾ ബെസ്റ്റ് മൈക്രോഫോൺ ഫോർ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് 3 പ്രൊഡക്ട്സ് ആഡ് ആയിട്ടുണ്ട് എന്നെല്ലാം കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ഒരു കളക്ഷൻ എല്ലാം ചെയ്യണമെങ്കിൽ ഇതുപോലെ ക്രിയേറ്റ് കളക്ഷൻ എന്നതിൽ വീണ്ടും ടാപ്പ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ബെസ്റ്റ് ക്യാമറ ഫോർ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്യാമറ എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പിക്ചർ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ സോണി എന്ന് സെർച്ച് ചെയ്യുകയാണ്. സോണി ക്യാമറ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം സോണിയുടെ കുറേ ക്യാമറാസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് ഇതുപോലെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതും അതുപോലെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഒരു ക്യാമറയെല്ലാം നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതുപോലെ നിങ്ങൾ നല്ല പ്രീമിയം ആണെങ്കിൽ ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിലുള്ള, അതായത് പല സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്ട്സ് എല്ലാം ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് സെഗ്മെൻ്റാണ് നല്ലത് അതിനനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു റെക്കമെൻഡേഷൻ എല്ലാം നോക്കി അവർക്കിത് പർച്ചേസ് ചെയ്യാനെല്ലാം സാധിക്കും. ഇതെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഡൺ എന്ന് കൊടുത്ത് വീണ്ടും നമുക്കിവിടെ പബ്ലിഷ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കളക്ഷൻസ് കൂടി നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മുടെ സ്റ്റോറിൽ ആഡ് ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ ഒരു 2 കളക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ ഹോം പേജിലെല്ലാം പോയി അവിടെ ഈ ഒരു ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോർ എന്ന ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബ് വീഡിയോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന
മൈ യൂട്യൂബ് ഗിയർ എന്നെല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അതിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എല്ലാം ഇതുപോലെ ആഡ് ചെയ്ത് വെക്കാം. അതിനാൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതാണ് എന്നും അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൽ താല്പര്യമുള്ളവർക്ക് അവർക്ക് ഈ ഒരു സ്റ്റോറിൽ പോയി അതെല്ലാം പർച്ചേസ് ചെയ്യാനും അതുവഴി നമുക്കൊരു കമ്മീഷൻ എല്ലാം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്കൊരു വരുമാനമെല്ലാം ഉണ്ടാക്കാനുള്ള നല്ല ഒരു ഓപ്ഷൻ കൂടിയാണിത്. തീർച്ചയായും 10,000 സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ളവർ നിങ്ങൾ ഇതുപോലെ അഫിലിയേറ്റ് പ്രോഗ്രാം എല്ലാം ഓൺ ചെയ്തതിന് ശേഷം ഈ ഒരു ഓപ്ഷൻ എല്ലാം എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.